എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു ചക്കപ്പുഴുക്കാണ്. ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് ഉണങ്ങിയ ചക്ക കൊണ്ടുള്ള പുഴുക്കാണ്. ഉണക്കച്ചക്ക പുഴുക്കാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ചക്ക എങ്ങനെയാണ് ഉണങ്ങിയെടുത്ത് സൂക്ഷിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ചക്കയുള്ള സമയങ്ങളിൽ അത് എടുത്ത് ഉണങ്ങി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ ഉണക്ക കപ്പ ഉണങ്ങി വെക്കുന്ന പോലെ തന്നെ അങ്ങനെ ഉണങ്ങിയ ചക്കയാണിത്. അതുകൊണ്ടുണ്ടാക്കിയ ചക്കപ്പുഴുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്നുള്ള വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഉണക്കച്ചക്ക. നല്ല കപ്പ ഉണങ്ങിയതുപോലെ തന്നെ ഉണങ്ങി വെച്ചിരിക്കുന്ന ചക്കയാണിത്. കപ്പയുടെ അതേ ഉണക്ക്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് ചക്ക അരിഞ്ഞെടുത്ത് അതിനെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിക്കും. വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളയും. വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുത്ത് കഴിയുമ്പം നമ്മൾ കപ്പ വെയിലത്ത് വെച്ച് ഉണക്കുന്ന പോലെ തന്നെ 2-3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കപ്പ വെക്കുന്ന പോലെ തന്നെ നല്ല ഒരു കവറിനകത്താക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കുറേശ്ശെ നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഉണക്കയാണ്. നല്ല തരിതരാന്നിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് ഉണക്കപ്പ തിന്നുന്ന പോലെ തന്നെ ഈ ചക്ക പുഴുങ്ങി തിന്നാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിനിയും ഈ ചക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നല്ലപോലെ ഉണങ്ങിയിരിക്കുന്നതാണ്. ഇതൊന്ന് കുതിർന്ന് വരണം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ നേരം അതിങ്ങനെ തന്നെ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളത്തിൽ നിന്നും വാരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കത് നോക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വാരിയെടുക്കണം. 1-2 പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള വലിയ പീസുകൾ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് കീറിയെടുക്കണം. വലിയ പീസുകൾ മാത്രം, ബാക്കി ചെറുതൊന്നും കീറേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിപ്പമുള്ള പീസുകൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കണം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വാരി വൃത്തിയാക്കിയെടുക്കുക. ബാക്കി ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇതുപോലത്തെ ചെറുതൊക്കെ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വാരി നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് പോകട്ടെ. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ ഇത്ര ഇല്ലായിരുന്നു. വെള്ളത്തിലിട്ട് വെള്ളം കയറി കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പൊലിമ കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇതിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാകും. നമ്മൾ വെളിയിൽ വെച്ചതുകൊണ്ട് നല്ലതുപോലെ കഴുകി വാരിയെടുക്കാം. നമുക്കിനി അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു തേങ്ങ കുറച്ച് ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുമന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ഒരുപാട് അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരച്ചെടുത്തത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഇനി നമുക്കൊന്ന്
അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് ആവി കയറട്ടെ. അത് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ആവി കയറട്ടെ. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലതുപോലെ ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരപ്പ് അരച്ച മിക്സിയുടെ ജാറ് കാഴിയെടുത്ത വെള്ളമാണ്. നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നല്ലപോലെ നാവി കയറി നമ്മുടെ അരപ്പൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞിട്ട് മൂടി വെച്ചതായിരുന്നു. നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കതിലേക്ക് ഒരു 5-6 കരിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പച്ച ചക്ക പോലെ പെട്ടെന്ന് ഇത് കുഴഞ്ഞു വരത്തില്ല. നല്ലതുപോലെ കുത്തി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്നുകൂടെ ഒന്ന് കുത്തി കുഴച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കുത്തി ഇളക്കി തന്നെ നമുക്ക് കൊടുക്കണം. എന്നാലേ അത് കുഴഞ്ഞ് കിട്ടുകയുള്ളൂ. അരപ്പൊക്കെ നല്ലതുപോലെ വെന്തു. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കുത്തി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നല്ലതുപോലെ കുത്തി കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രഷായിട്ട് ചക്ക പുഴുങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് നമുക്ക് എപ്പം വെള്ളം പുഴുങ്ങിയെടുക്കാം. എത്ര കാലം വേണമെങ്കിലും ഉണങ്ങിയ ചക്ക അവിടെ ഇരുന്നോളൂ. അടിപൊളിയായിട്ട് ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കയുടെ കറി ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇത് പോത്ത് ഫ്രൈ ആണ്. തീക്കനലിൽ ചുട്ടെടുത്ത പോത്ത് കഷ്ണങ്ങളാക്കി ചെറിയൊരു ഗ്രേവി ആക്കി എടുത്തിരിക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതാണ് നമ്മുടെ ചക്കയുടെ കോമ്പിനേഷൻ. നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. നമ്മുടെ പോത്ത് ആണ് കോമ്പിനേഷൻ. അപ്പോൾ ചക്കയുള്ള സീസണിൽ എല്ലാവരും ഇതുപോലെ ചക്ക ഉണങ്ങി സൂക്ഷിക്കുക. ചക്കയുടെ സീസൺ കഴിയുമ്പോൾ എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ ഉണക്കപ്പ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.